ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായ ടോക്കിംഗ് ഓഫ് സയൻസ് ആണ്. ലെസൺ തുടങ്ങുന്നതിന് മുൻപായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഇൻ ക്വസ്റ്റ്യൻസ് ഓഫ് സയൻസ് ദ അതോറിറ്റി ഓഫ് 1,000 ഇസ് നോട്ട് വർത്ത് ദ ഹംബിൾ റീസണിങ് ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഗലീലിയോ ഗലീലി. അപ്പം ആരാണ് ഗലീലിയോ ഗലീലി? ഭൗതിക ശാസ്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, അതേപോലെ ജ്യോതിശാസ്ത്രജ്ഞൻ, പിന്നെ എന്താണ് തത്വചിന്തകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനാണ് ആര്? ഗലീലിയോ ഗലീലി. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ് ഇത്. 1000 പേരുടെ അഭിപ്രായത്തേക്കാൾ വിലയുണ്ട് ഒരു വ്യക്തിയുടെ എളിയ യുക്തിക്ക് എന്നുള്ളതാണ് ഈ ഒരു കോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആയിരക്കണക്കിന് പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അധികാരമുള്ള ആളുകൾ പറയുന്ന അഭിപ്രായത്തേക്കാൾ മൂല്യമുള്ളതാണ് ഒരാൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ പരീക്ഷണങ്ങളും ഒബ്സർവേഷൻസും ഒക്കെ നടത്തി കണ്ടെത്തുന്ന ഒരു സയൻറ്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ മേ ഹാവ് സീൻ ആപ്പിൾസ് ഫോളിങ് ഫ്രം ട്രീസ്. ആയിരക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടാവും ആപ്പിൾ അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത്, അല്ലേ? ബട്ട് ഇറ്റ് ടുക്ക് ദ ക്യൂരിയോസിറ്റി ആൻഡ് കീൻ ഒബ്സർവേഷൻ ഓഫ് ആൻ ഐസക് ന്യൂട്ടൺ ടു റിലേറ്റ് ദ ഫോൾ ഓഫ് ആൻ ആപ്പിൾ ടു ദ ലോസ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് മോഷൻ. അപ്പം ഒരുപാട് ആളുകൾ ഈ ആപ്പിൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഐസക് ന്യൂട്ടൺ ആണ് എന്തുകൊണ്ടാണ് ഈ ആപ്പിൾ താഴേക്ക് തന്നെ വീഴുന്നത്, അതിന് മുകളിലോട്ട് പോയിക്കൂടെ എന്നുള്ളൊരു ചിന്ത ഐസക് ന്യൂട്ടൻ്റെ മനസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ക്യൂരിയോസിറ്റി തോന്നുകയാണ്, എന്തുകൊണ്ടാണ് ഇത് താഴേക്ക് തന്നെ വീഴുന്നത്. അങ്ങനെ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ക്യൂരിയോസിറ്റി, ജിജ്ഞാസ ഉണ്ടാവുകയും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവലോകനം ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ലോസ് ഓഫ് ഗ്രാവിറ്റി ആൻഡ് മോഷൻ, അതായത് ഗുരുത്വാകർഷണത്തിലേക്കും ചലന നിയമങ്ങളിലേക്കും അദ്ദേഹം എത്തിച്ചേരുന്നത്. ഓക്കെ, Can you cite other examples of revolutionary discoveries that arose from curiosity and observation? ജിജ്ഞാസയിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള റെവല്യൂഷണറി ഡിസ്കവറീസ്, അതായത് വിപ്ലവകരമായിട്ടുള്ള കണ്ടെത്തലുകളെക്കുറിച്ച് അത്തരത്തിലുള്ള മറ്റ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. Here is an excerpt from an interview with Dr. Ajit Parameswaran, a young scientist from our own state, Kerala. അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു യങ് സയൻറ്റിസ്റ്റാണ് ആര്? ഡോക്ടർ അജിത് പരമേശ്വരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. ഹി ഹാസ് ഫോളോഡ് ദ ട്രെയിൽ ഓഫ് സയൻസ് ഫ്രം എ വെരി യങ് ഏജ് യൂസിങ് ഓൾ ദ റിസോഴ്സസ് ആൻഡ് ഫെസിലിറ്റീസ് ഓഫ് ഹിസ് ലോക്കൽ സ്കൂൾ ആൻഡ് ലൈബ്രറി. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അറിവ് നേടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ റിസോഴ്സസും അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോക്കൽ സ്കൂളിലുള്ള ഫെസിലിറ്റീസും ലൈബ്രറിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു, അറിവ് നേടുന്നുണ്ടായിരുന്നു സയൻസിനെ കുറിച്ചൊക്കെ. അപ്പം ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലേയുള്ള കഠിനാധ്വാനം കൊണ്ടാണ്. ഓക്കെ, ടോക്കിംഗ് ഓഫ് സയൻസ്, അതാണ് നമ്മുടെ ലെസൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ശാസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ്റർവ്യൂവർ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അജിത് പരമേശ്വരൻ, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. അപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞാണ് തുടങ്ങുന്നത്, ഗ്രീറ്റ് ചെയ്ത് തുടങ്ങുന്നു. എന്നിട്ട് താങ്ക് യു പറയണം. എന്തിനാണ് ഇത്തരത്തിലൊരു അവസരം താങ്കളുമായിട്ട് സംസാരിക്കാൻ കിട്ടിയതിൽ താങ്ക് യു പറയാണ്. എവ്രി വൺ നോസ് ദാറ്റ് സയൻറ്റിസ്റ്റ്സ് ഡിസ്കവർ തിങ്സ്. എല്ലാവർക്കും അറിയാം ശാസ്ത്രജ്ഞർ പല കാര്യങ്ങളും കണ്ടെത്തുന്നുണ്ട്, അല്ലേ, ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ബട്ട് വാട്ട് എക്സാക്ട്ലി ഡു ദേ ഡു? ശരിക്കും പക്ഷേ അവരെന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ഡോക്ടർ അജിത് പരമേശ്വരൻ. അപ്പം അദ്ദേഹം ആൻസർ ചെയ്യാണ്. എന്താണെന്ന് നോക്കാം. When I was a child, there were no scientists around for me to ask this question. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ ചുറ്റിലും ഒരു ശാസ്ത്രജ്ഞർ പോലും ഉണ്ടായിരുന്നില്ല ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട്. ബട്ട് ഈവൻ നൗ മൈ ഫ്രണ്ട്സ് സംടൈംസ് ആസ്ക് മീ ദ സെയിം തിങ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയങ്ങളിൽ എന്നോട് ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. ഹാഫ് ജോക്കിംഗ് ഹാഫ് സീരിയസ്. പകുതി ജോക്കുമാണ്, പകുതി തമാശ രൂപേണയും പകുതി സീരിയസ് ആയിട്ടുമാണ് ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. ഐ ഓഫൻ ലാഫ് ഇറ്റ് ഓഫ് ആൻഡ് ചേഞ്ച് ദ ടോപ്പിക്. ഞാൻ പലപ്പോഴും ചിരിച്ചുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാറാണ് പതിവ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഡോക്ടർ പരമേശ്വരൻ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് വാട്ട് സയൻറ്റിസ്റ്റസ് ഡു? അപ്പം ഡോക്ടർ പരമേശ്വരൻ, നിങ്ങൾ എങ്ങനെയാണ് ഒരു സയൻറ്റിസ്റ്റസ് ചെയ്യുന്ന കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എങ്ങനെയാണെന്നാണ് നിങ്ങളുടെ വിശദീകരണം എന്നാണ് ചോദിക്കുന്നത്.
അജിത്, പ്ലീസ് കോൾ മീ അജിത്. അപ്പം ഡോക്ടർ അജിത് പരമേശ്വരൻ പറയാണ് എന്നെ ഫുൾ നെയിം വിളിക്കാതെ അജിത് എന്ന് സിമ്പിളായിട്ട് വിളിച്ചാൽ മതി എന്നുള്ള കാര്യം. ഐ തിങ്ക് എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ വുഡ് ബി ദാറ്റ് സയൻറ്റിസ്റ്റ്സ് ക്രിയേറ്റ് നോളജ്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു സയൻറ്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സയൻറ്റിസ്റ്റ്സ് ക്രിയേറ്റ് നോളജ്, ശാസ്ത്രജ്ഞർ അറിവുണ്ടാക്കുന്നവരാണ് എന്നുള്ളതാണ്. ഓക്കെ, ഓൾ ഹ്യൂമൻസ് ആൻഡ് ഈവൻ മെനി ആനിമൽസ് ആർ കൺസ്യൂമേഴ്സ് ഓഫ് നോളജ്. എല്ലാ മനുഷ്യരും അതേപോലെ ഒരുപാട് ആനിമൽസും അറിവിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഓക്കെ, എ ഫാർമർ ഹാസ് ടു നോ വെൻ ടു സോ ആൻഡ് റീപ്പ്. ഒരു ഫാർമറിനെ അല്ലെങ്കിൽ കർഷകനെ സംബന്ധിച്ച് എപ്പോഴാണ് വിതയ്ക്കേണ്ടത്, എപ്പോഴാണ് കൊയ്യേണ്ടത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം, അല്ലേ? ആ ഒരു സമയം അറിഞ്ഞിരിക്കണം, ആ ഒരു അറിവുണ്ടായിരിക്കണം. എ വെജിറ്റബിൾ വെൻഡർ നീഡ് ടു ഡൂ സം അരിത്തമെറ്റിക് ഇൻ ഹിസ് ഹെഡ്. ഒരു വെജിറ്റബിൾ വെൻഡർ, ഒരു പച്ചക്കറി കടക്കാരൻ, അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ അല്ലെങ്കിൽ ഹെഡിൽ എപ്പോഴും എന്തുണ്ടാവും? അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ഉണ്ടാവും. അത് കൃത്യമായിരിക്കണം, അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. ആൻഡ് അൻ എൻജിനീയർ നീഡ്സ് ടു നോ, ഫോർ എക്സാമ്പിൾ, ഹൗ ടു ഡിസൈൻ എ ബ്രിഡ്ജ് ദാറ്റ് ക്യാൻ ഹോൾഡ് ദ റിക്വയർഡ് ലോഡ്. അപ്പോൾ ഒരു എൻജിനീയറിനെ സംബന്ധിച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുകയാണ്. അപ്പം ആ ഒരു ബ്രിഡ്ജിന് എത്രമാത്രം വലിപ്പം വേണം, എത്രമാത്രം ലോഡ് അല്ലെങ്കിൽ ഭാരം അതിന് താങ്ങാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് പകർന്നു തരുന്നത് ആരാണ്? സയൻറ്റിസ്റ്റസ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ആരൊക്കെയാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്? ഫാർമറിനെ, വെജിറ്റബിൾ വെൻഡറിനെ, അതേപോലെ എൻജിനീയറിനെയും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെയ്ഡ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് നോളജ്, അജിത്? അപ്പം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈ ഒരു നോളജ് ഉണ്ടാക്കുന്നതിൽ, ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണ് വന്നിട്ടുള്ളത്, എന്തിനോടാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് സംതിങ് സ്പാർക്ക് യുവർ ക്യൂരിയോസിറ്റി അബൌട്ട് ദ നാച്ചുറൽ വേൾഡ്. ഈ ഒരു നാച്ചുറൽ വേൾഡിനെ കുറിച്ച്, നമ്മളുടെ ഈ ഒരു ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു സ്പാർക്ക് നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആൻസർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. അജിത്, വെൻ ഐ വാസ് എ ചൈൽഡ്, എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം. എന്തുകൊണ്ട്. അപ്പോൾ അദ്ദേഹം കുട്ടിയായിരുന്ന സമയത്ത് മലയാളത്തിൽ ഒരു പുസ്തകമുണ്ട്, അതിൻ്റെ പേരാണ് എന്തുകൊണ്ട് എന്നുള്ളത്. വിച്ച് മേ ബി ലൂസ്ലി ട്രാൻസ്ലേറ്റഡ് ആസ് വൈ ഈസ് ഇറ്റ് സോ, ആൻഡ് ദറ്റ് വാസ് പബ്ലിഷ്ഡ് ബൈ ദ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പം അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അവർ ലോക്കൽ ലൈബ്രറി ഹാഡ് എ കോപ്പി. അവരുടെ ലോക്കൽ ലൈബ്രറിയിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു ഈ ഒരു പുസ്തകത്തിൻ്റെ. ദ ബുക്ക് എക്സ്പ്ലെയിൻഡ് മെനി ഇൻട്രസ്റ്റിംഗ് ഫിനോമിന ഓഫ് ദ നാച്ചുറൽ വേൾഡ് ടു ദ ക്യൂരിയസ് റീഡർ. വളരെ ജിജ്ഞാസയുള്ള വായനക്കാർക്ക് ഈ ഒരു നാച്ചുറൽ വേൾഡിനെ കുറിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫിനോമിനാസും ഈ ഒരു ബുക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Even now, books remain a source of reliable information, unlike most of the information we get online. ഇപ്പോഴും ഇന്നത്തെ കാലത്തും നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് പുസ്തകങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബട്ട് അജിത്, ഈവൻ നൗ ഡെസ്പൈറ്റ് ഓൾ ദ ഇൻഫർമേഷൻ അവൈലബിൾ, ആർ ദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിമൈൻ അൺആൻസേർഡ്. അപ്പോൾ എന്താ ചോദിക്കുന്നത്? നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണെങ്കിൽ കൂടിയും ഉത്തരം കിട്ടാത്ത പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് ആൻസർ ചെയ്യുന്നത് നോക്കാം. അജിത്, അൺഡൗട്ടഡ്ലി വി സ്റ്റിൽ ഡോണ്ട് ഹാവ് വെരി ഗുഡ് ആൻസേഴ്സ് ടു മെനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് കൺസേൺ അസ്. അപ്പോൾ എന്താണ് അൺഡൗട്ടഡ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം കൂടാതെ, നിസ്സംശയമായി നമുക്ക് പറയാം, നമ്മളെ സംബന്ധിക്കുന്ന പല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരു ഉത്തരം ഇല്ല എന്നുള്ള കാര്യം. For example, what are the real reasons for the increasing human-animal conflicts in Kerala? കേരളത്തിൽ ഹ്യൂമനും ആനിമൽസും, അതായത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്സ്, ഒരു സംഘർഷം, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൃത്യമായ ഒരു റീസൺ, കാരണം എന്താണ്? അതിനൊരു ഉത്തരമില്ല, അല്ലേ? അതിനൊരു കൃത്യമായ ഉത്തരമില്ല. Why do we now have so many more extreme weather events such as flash floods and landslides? എന്തുകൊണ്ടാണ് ഇപ്പം നമുക്ക് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വെതർ, കാലാവസ്ഥ ഉണ്ടാകുന്നത്?
പെട്ടെന്ന് നമ്മളുടെ നാട്ടിൽ എന്താണ് ഫ്ലഡ് വരും അല്ലേ, വെള്ളപ്പൊക്കം വരും, അതേപോലെ ഉരുൾപൊട്ടൽ, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് മഴ വളരെയധികം കൂടുകയും അങ്ങനെ ഫ്ലഡും എന്താണ് ലാൻഡ് സ്ലൈഡ് അല്ലേ, ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവുന്നത്. അതേപോലെ ചൂടാണെങ്കിൽ എക്സ്ട്രീം ആയിട്ടായിരിക്കില്ലേ ചൂടുണ്ടാവുക. അപ്പം ഇത്തരത്തിലുള്ള എക്സ്ട്രീം വെതറിൻ്റെ കാരണം. അപ്പോൾ കൃത്യമായൊരു ഉത്തരം ഈ ചോദ്യത്തിനൊന്നും ഇല്ല. എക്സാമ്പിൾസ് പറയാണ് കേട്ടോ, കൃത്യമായ ഉത്തരം ഇല്ലാത്ത ചോദ്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വൈ ആർ ദർ ഫ്രീക്വൻറ്റ് ഔട്ട് ബ്രേക്സ് ഓഫ് റെയർ വൈറൽ ഡിസീസസ്? പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന എന്താണ് വൈറൽ ഡിസീസസ്, അസുഖങ്ങൾ, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അല്ലേ? വൈ ആർ ദർ സോ മെനി മൊസ്കിറ്റോസ്? എന്തുകൊണ്ടാണ് ഇപ്പം കൊതുകുകൾ കൂടുന്നത്? ഇതിനൊന്നും കൃത്യമായൊരു ഉത്തരമില്ല അല്ലേ. വി ഡോണ്ട് ഹാവ് ഗുഡ് ആൻസേഴ്സ് യെറ്റ് ടു ദീസ് ആൻഡ് വേരിയസ് അതർ ക്വസ്റ്റ്യൻസ്. അപ്പം ഇതിനൊന്നിനും, നമ്മളിപ്പം മേൽപ്പറഞ്ഞ ക്വസ്റ്റ്യൻസിനൊന്നിനും തന്നെ കൃത്യമായ ഒരു ഉത്തരമില്ല. ഇതിന് മാത്രമല്ല പല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കും ഉത്തരം ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ക്യൂരിയോസിറ്റി ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ്. എന്താണ് ക്യൂരിയോസിറ്റി? ജിജ്ഞാസ, അതാണ് സയൻസിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. വൈ ഈസ് ക്യൂരിയോസിറ്റി ഈസ് സോ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ക്യൂരിയോസിറ്റി ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളുടെ ഡോക്ടർ അജിത് പരമേശ്വരൻ എന്താണ് ആൻസർ ചെയ്യുന്നത് നോക്കാം. അജിത്: ക്യൂരിയോസിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എ ഗുഡ് സയൻറ്റിസ്റ്റ്. അപ്പം നല്ലൊരു സയൻറ്റിസ്റ്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ക്യൂരിയോസിറ്റി എന്നുള്ളത്, അറിയാനുള്ള ആഗ്രഹം അല്ലേ, ജിജ്ഞാസ. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അറിവിലേക്ക് എത്തുള്ളൂ. ഇറ്റ് ഡ്രൈവ്സ് ദ ക്വസ്റ്റ് ഫോർ നോളജ്. അപ്പം എന്താണ് ക്യൂരിയോസിറ്റിയാണ് നോളജിലേക്ക്, അറിവിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. വൈൽ ചിൽഡ്രൻ നാച്ചുറലി ആസ്ക് ക്വസ്റ്റ്യൻസ്, അഡൽട്സ് ഓഫൻ ഡു നോട്ട്. കുട്ടികൾ എന്താണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലേ, പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞ് അഡൽട്ട് ആവുമ്പം ആളുകൾക്കൊന്നും ചോദിക്കാനില്ലാണ്ടാവും, ചോദിക്കാതിരിക്കും. എയ്തർ ബിക്കോസ് ദേ ഡോണ്ട് കെയർ ഓർ ബിക്കോസ് ദേ ഡോണ്ട് വോണ്ട് ടു അപ്പിയർ ഇഗ്നോറൻറ്റ്. അഡൽട്ടായി കഴിയുമ്പോൾ ആളുകളൊന്നും ചോദിക്കാതിരിക്കുന്നത് അവരതിനെക്കുറിച്ച് കെയർ ചെയ്യാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ? സയൻറ്റിസ്റ്റ് however must retain the childlike curiosity and admit their ignorance. അപ്പം ശാസ്ത്രജ്ഞരെന്താണ് എപ്പോഴും കുട്ടികളെപ്പോലെ ജിജ്ഞാസയുള്ളവരായിരിക്കും, അവരിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അഡ്മിറ്റ് ദെയർ ഇഗ്നോറൻസ്, അവർ അവരുടെ അറിവില്ലായ്മയെ അഡ്മിറ്റ് ചെയ്യുന്നു, അംഗീകരിക്കുന്നു, എന്നിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് ആ ക്യൂരിയോസിറ്റിയോട് കൂടി എന്താണ് പ്രയത്നിക്കുന്നു. ഓക്കെ, അപ്പോൾ അവർ അവരുടെ അറിവില്ലായ്മയെ അംഗീകരിച്ചുകൊണ്ട് അറിവ് നേടുന്നു. ദിസ് എലോൺ ക്യാൻ ഡ്രൈവ് ദം ടു ഡിസ്കവർ ദ ട്രൂത്ത്. ഈ ഒരു കാര്യം മാത്രം മതി അവർക്ക് എന്താണ് ട്രൂത്ത്, സത്യം കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അറിവ് നേടാനായിട്ട്. ഓഫ് കോഴ്സ് ക്രിയേറ്റിംഗ് ന്യൂ നോളജ് ഓൾസോ റിക്വയർസ് എ സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് ഓൾറെഡി നോൺ. തീർച്ചയായിട്ടും ഒരു പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിൽ നിന്നായിരിക്കും പുതിയൊരു അറിവിലേക്ക് എത്തുന്നത്. ആസ് ന്യൂട്ടൺ സെഡ്, ഇഫ് ഐ ഹാവ് സീൻ ഫാദർ ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജെയിൻസ്. സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് അസ് ഫോർ ദിസ്. ന്യൂട്ടൺ പറയുന്നത്, ഞാൻ പല ദൂരങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മഹാന്മാരുടെ തോളിൽ നിന്നാണ്. അതായത് അദ്ദേഹത്തിന് മുൻപേയുള്ള സയൻറ്റിസ്റ്റേഴ്സ്, പല മഹാന്മാരും കണ്ടെത്തിയിട്ടുള്ള അറിവുകളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം എന്താണ് അറിവ് നേടുന്നതും അതേപോലെ പുതിയ അറിവുകളിലേക്ക് അല്ലെങ്കിൽ ഡിസ്കവറീസിലേക്ക് എത്തിച്ചേരുന്നതും. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ ഇതിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ സ്കൂളിൽ നിന്ന് മാക്സിമം അറിവ് കളക്ട് ചെയ്യുക, നോളജ് നേടുക. മഹാന്മാർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കും. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു അറിവ് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നേടുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. യു വിൽ അഗ്രി അജിത് ദാറ്റ് വി നീഡ് മോർ സയൻറ്റിസ്റ്റേഴ്സ്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ അജിത്, നമുക്ക് ഇനിയും ഒരുപാട് ശാസ്ത്രജ്ഞരെ വേണം എന്നുള്ള കാര്യത്തിൽ. വാട്ട് ദെൻ ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സയൻറ്റിസ്റ്റ്? ഒരു നല്ല സയൻറ്റിസ്റ്റിന് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻസർ ഇങ്ങനെയാണ്: ആസ്പയറിംഗ് സയൻറ്റിസ്റ്റ്സ് നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. അപ്പോൾ അവരെന്ത് ചെയ്യണം?
റിസർച്ച് ടെക്നിക്സൊക്കെ അവർ മാസ്റ്റർ ചെയ്യണം, അവർ പഠിക്കണം. ദേ നീഡ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്, കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. ആൻഡ് കണ്ടക്ട് കെയർഫുൾ എക്സ്പെരിമെൻറ്റ്സ്, അതേപോലെ എന്താണ് പല പരീക്ഷണങ്ങളും കെയർഫുള്ളായിട്ട് നടത്തണം. ടു അറൈവ് അറ്റ് ലോജിക്കൽ ആൻഡ് അൺബയസ്ഡ് കൺക്ലൂഷൻസ്, എന്നിട്ട് തെറ്റുകളില്ലാത്ത ലോജിക്കൽ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള എറേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു കൺക്ലൂഷനിലേക്ക് എത്തണം. ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് ഓൾ ദ എവിഡൻസ്, എല്ലാ തെളിവുകളോടും കൂടെ അവരത് ഇവാലുവേറ്റ് ചെയ്യണം. എ ഗുഡ് സയൻറ്റിസ്റ്റ് ഈസ് ഓൾവേസ് ഡൂയിങ് റിസർച്ച്, പെർഹാപ്സ് ഈവൻ ഓൺ ഹെർ ഡെത്ത് ബെഡ്. ഒരു നല്ല സയൻറ്റിസ്റ്റ് എപ്പോഴും റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും. പെർഹാപ്സ് ഇവൻ ഓൺ ഹെർ ഡെത്ത് ബെഡ്, അവരുടെ മരണക്കിടക്കയിൽ പോലും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എന്താണ്, മരിക്കാൻ പോകുന്ന സമയത്ത് പോലും ആ ഒരു ക്യൂരിയോസിറ്റി അവരിൽ ഉണ്ടായിരിക്കും. അതാണ് അവരെ അറിവിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അജിത്, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്? അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒപ്പീനിയനിൽ ആർക്കാണ് ഒരു സയൻറ്റിസ്റ്റ് ആവാൻ കഴിയുക? അപ്പോൾ അദ്ദേഹം എന്താണ് ആൻസർ ചെയ്യുന്നത് നോക്കാം. നോട്ട് എവറി വൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആവാൻ കഴിയില്ല. ബട്ട് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ക്യാൻ കം ഫ്രം എനിവെയർ, പക്ഷേ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞൻ അദ്ദേഹം എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഫ്രം എനിവെയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഐ വുഡ് സേ എനി വൺ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്. അതുകൊണ്ട് ഞാൻ പറയുന്നു ആർക്ക് വേണമെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ആകാം. കാരണം എന്താണ്, എവിടെ നിന്ന് വേണമെങ്കിലും ആകാം ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈനലി അജിത്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? അപ്പോൾ ഡോക്ടർ അജിത് പരമേശ്വരനോട് ചോദിക്കുകയാണ്, യങ്സ്റ്റേഴ്സിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് അതെന്താണ് എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം എന്താണ് ആൻസർ ചെയ്യുന്നത് നോക്കാം. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് ആൻഡ് പാഷൻ ആൻഡ് വർക്ക് ഹാർഡ്. ഒരിക്കലും നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ, പാഷൻ എന്താണോ, അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾ മടി കാണിക്കരുത്. ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടിയാണ്. അപ്പം എന്താണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അതേപോലെ പാഷൻ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒരിക്കലും അതിലേക്ക് എത്തിച്ചേരുന്നതിലേക്ക് ഒരു മടി അത് നിങ്ങൾക്ക് ഉണ്ടാവരുത്. ആൻഡ് വർക്ക് ഹാർഡ്, എന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. ഐ വുഡ് ഏർജ് യു ടു ഫോളോ യുവർ ഇൻട്രസ്റ്റ് സീരിയസ്ലി. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനെ കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണ് അതിനുവേണ്ടി വർക്ക് ചെയ്യണം, അല്ല എന്ത് കാര്യം ആയിക്കോട്ടെ നമ്മളതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻട്രസ്റ്റ് പാഷൻ ഇതൊക്കെ എന്താണോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഇഫ് യു ഡു വർക്ക് ഹാർഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദർ ഈസ് എ പ്ലേസ് ഫോർ എവ്രി വൺ. അപ്പം അദ്ദേഹം പറയാണ്, നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ സ്ട്രോങ് ആയിട്ടും ബിലീവ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, താങ്ക് യു വെരി മച്ച് അജിത്. വി വിൽ ഓൾവേസ് ട്രഷർ ദിസ് എക്സ്പീരിയൻസ് ഓഫ് ടോക്കിംഗ് ടു യു. അപ്പം അവസാനം പറയാണ്, എന്താണ്, അജിത്തിനോട് താങ്ക് യു പറയാണ്. ഇത്തരത്തിലൊരു അവസരം ലഭിച്ചതിലും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റിയതിലും ഒക്കെ എന്താണ് ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അജിത്ത്. ഇറ്റ് ഇസ് മൈ പ്ലഷർ, താങ്ക് യു വെരി മച്ച് ഇൻഡീഡ്. അപ്പം അദ്ദേഹവും തിരിച്ചെന്താണ് നന്ദി പറയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഇൻ്റർവ്യൂ ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, അതേപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.